ഇന്ന് നമുക്കൊരു വഴണയിലയപ്പം ഉണ്ടാക്കേ. വഴണയില വഴണയില എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാനിത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കാൻ പോലെ. ഞാനിന്ന് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് പഴം കൊണ്ടാണ്. നല്ല പഴുത്ത പഴമാണ്. ഇത് പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ശർക്കരയാണ്. അപ്പം ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അത് ചെമ്പാപ്പൂട്ടിന്റെ അരിപ്പൊടിയാണ് ഇവിടെ ഇരുന്നത്. അപ്പം ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ നമ്മുടെ ചുമന്ന കളറ് ചെമ്പാപ്പൂട്ടിന്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ഏലക്കയുടെ കുരുവാണ്. എടുത്തിട്ട് പൊളിച്ചെടുത്തിട്ട് ചേർക്കുവാണ്. ഞാനിപ്പോ ഇവിടെ അരിഞ്ഞു കൊടുക്കുന്നത് പൂവമ്പഴമാണ്. അപ്പൊ ഞാനിവിടെ ഒരു 4 പഴം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതെല്ലാം കൂടെ കുഴയ്ക്കുമ്പം സെറ്റായി വന്നോളും. പഴം അരിഞ്ഞിട്ടാല് നല്ലതാ. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇത് ഇളക്കി ഉടച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ശർക്കരപ്പാനി പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം പിന്നെ വെള്ളം എത്രയും വേണം എന്നുള്ള അളവ് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ പഴം ഇട്ട് ഞെരടിയതിന് ശേഷം കുറച്ച് ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഒരു നനവായിട്ടുണ്ട്. ഇനി അധികം വേണ്ടി വരില്ല ശർക്കര. ഇപ്പം തന്നെ നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. ഒരുപാട് ശർക്കരയുടെ ആവശ്യം വരുന്നില്ല. പഴത്തിന് ഒരു മധുരമുള്ളതാ. ഇതേ ശർക്കര എല്ലാം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. പഴവും ഏലക്കായും ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതിന് ആവശ്യമായ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൂട് പോയതിന് ശേഷമാണ് അരിക്കുന്നത്, അല്ലെങ്കിൽ അരിപ്പയൊക്കെ ഉരുകി പിടിക്കും. ഇനി നമുക്ക് നോക്കാം. കൂടുതൽ വെള്ളമായി പോകരുതല്ലോ. നോക്കിയിട്ട് എടുക്കാം. അത് ഈ പഴം ഇട്ട് ഞെരടി വെച്ചേക്കുന്നതാ, അതുകൊണ്ട് കട്ട കിട്ടിയതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ശർക്കര വെള്ളം ഉണ്ട്, ഇനി വേണ്ടി വരത്തില്ല. ഇതിനകത്തോട്ട് ഇനി ഞാൻ വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്താണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അതൊന്ന് ഒടിച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. രണ്ടായിട്ടൊന്ന് ഒടിച്ച്, 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ ഒടിച്ച് ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇത് ഉണക്കമുന്തിരിയാണ്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്തതാ. ഇതില്ലെങ്കിലും കുമ്പിളപ്പം ഉണ്ടാക്കാം. ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണെങ്കിലും തേങ്ങാക്കൊത്ത് മാത്രം ചേർത്താണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, തേങ്ങാക്കൊത്ത്, അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ഇളക്കാം. എല്ലാത്തിലും ആകണമല്ലോ. ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം. എല്ലാം കൂടി ചേർത്ത് ഞാനിവിടെ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അരമണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്.
അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാമേ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് വഷണേലയാണ്, വഴണേല എന്നൊക്കെ പറയും. ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതേ കുമ്പിള് കുത്താനെ കൊണ്ട് ഞാനൊരു പച്ചീകർക്കിൽ കീറി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ കുമ്പിള് കുത്താൻ അറിയാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പച്ചീർക്കിൽ വെച്ച് കുത്തുന്നത്. എന്നാൽ അറിയാവുന്നവർക്ക് കുമ്പിള് കുത്തേണ്ട ആവശ്യമില്ല, ഈസി ആയിരിക്കും ചെയ്യാന്. കുമ്പിള് ഉണ്ടാക്കുന്ന ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അകത്തൂടെ ഒരു പച്ചീർക്കിൽ കുത്തി കൊടുക്കാം. ദേ ഇങ്ങനെയാണ്. ഇതെല്ലാം ഞാൻ ഇതേപോലെ കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാവ് നിറച്ചു കൊടുക്കണം. ഇതേ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്നേ മാവ് ഇതിനകത്തോട്ട് ഇതുപോലെ നിറച്ചിട്ട് ദേ ഈ അറ്റം എടുത്ത് അങ്ങനെ കുത്തി കൊടുക്കും. അതവിടെ സെറ്റായിട്ടിരുന്നോളും. ഈ പച്ചയിറക്കിൽ കുത്തിയാലുള്ള ഗുണം ഇത്, അത് അഴിഞ്ഞു പോരത്തില്ല. അല്ലാതെ നമ്മൾ ചെയ്യുമ്പം ഇത് കുത്താതെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ കുമ്പിള് കുത്തി ഇതിനകത്ത് മാവ് നിറച്ച് നമ്മൾ അതേപോലെ തന്നെ ഇഡലി പാത്രത്തിൽ എടുത്ത് വെക്കുക ചെയ്യുന്നത്. ഇതാകുമ്പോൾ എന്തേ ഇങ്ങനെ ചെയ്താൽ ഉള്ള ഗുണം ദേ അഴിഞ്ഞു പോരത്തില്ല. നമുക്ക് എവിടെങ്കിലും വെച്ചിട്ട് പിന്നീടത് ഇഡലി ചെമ്പിലെടുത്ത് വെച്ചാൽ മതി. മൊത്തം ചെയ്തെടുത്തതിന് ശേഷം വെച്ചാൽ മതി. ഇതേ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഇഡലി ചെമ്പിലോട്ട് പറക്കി വെക്കാം. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇരുന്നത് വേവട്ടെ. ഇതേ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്ത് റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ പറക്കുന്നു. ഇതേ വഴണയിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വഴണയിലയുടെ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, കമന്റ് തരണം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ.